നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരോട് ഭക്ഷണം എടുത്തോണ്ട് പോകാൻ പറ. എന്റെ മനസ്സിൽ കയറിക്കൂടി ഇഷ്ടക്കേടുകൾ പറിച്ചു കളയാൻ നിങ്ങളുടെ ഈ കണ്ണീരിന് ശക്തിയില്ല. അവിടെ ഞാൻ കണ്ടത് എന്നെ സ്നേഹിക്കുന്ന വിഷ്ണുവിനെ അല്ല, മറ്റാരോ ആണെന്ന് തോന്നി. കാരണം എന്റെ മകനാണെങ്കിൽ അവൻ എന്നെ അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ചെറുപ്പത്തിൽ അമ്മയെന്ന് വിളിക്കുമ്പോഴുള്ള സ്നേഹം എനിക്കവന്റെ വിളിയിൽ നിന്ന് നഷ്ടമായതുപോലെ തോന്നുന്നു. എന്നെ ഇപ്പൊ അവന് കാണുക പോലും വേണ്ട. കാർത്തിക അവൻ തന്നെ കണ്ടെത്തിക്കൊണ്ടുവന്നതല്ലേ, എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയില. എല്ലാത്തിനും കാരണം ഈ അമ്മ തന്നെയാ. ഈ അമ്മ കേസും കോടതിയും ലോക്കപ്പും എല്ലാം ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും എല്ലാം ഈ അമ്മ കാരണം. എന്റെ മകൻ എന്നിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനായിട്ട് തന്നെ എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുത്തി. ഇനി എനിക്ക് അവനെ എന്റേത് മാത്രമേ കിട്ടണമെങ്കിൽ അവനെ ഈ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ ഒരാപത്തും കൂടാതെ നിയമത്തിന്റെ ഒരു ഇരുമ്പ് കൂട്ടിലും കടത്താതെ അവനെ പുറത്തു കൊണ്ടുവരണം. അതിന് എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ എനിക്ക് ചെയ്യണം. എന്റെ കുഞ്ഞ്, എന്റെ വിഷ്ണു, എന്റെ മോൻ സ്നേഹത്തോടെ എന്നെ അമ്മയെന്ന് വിളിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു കൊണ്ടുവരും ഞാൻ എന്റെ മകനെ. എന്നെ സ്നേഹിക്കുന്ന എന്റെ മകനായി എന്റെ വിഷ്ണുവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഒരു ലോക്കപ്പ് മുറിയിൽ ഞാൻ അധിക നാൾ അവനെ കിടത്തില്ല. ഇതൊരമ്മയുടെ ആഗ്രഹമാണ്. ഒരു മകൻ കൂടെ വേണമെന്നുള്ള അമ്മയുടെ അടങ്ങാത്ത ആഗ്രഹം. ഞാൻ വിളിച്ചിരുന്നു മിസ്റ്റർ വിനോദ്. അതെ മാഡം, എന്നെ തന്നെ മാഡം വിളിച്ചത്. ആ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വിനോദിന് പറയാൻ പറ്റുമോ? പെട്രോളും മറ്റെന്തൊക്കെയോ വേഗത്തിൽ കത്താൻ സഹായിക്കുന്ന ദ്രാവകം ഉപയോഗിച്ചുള്ള കരുതിക്കൂട്ടിയുള്ള കത്തിക്കലായിരുന്നു മേഡം അത്. ഒരു രീതിയിലും ഒരു തെളിവും കിട്ടരുതെന്ന് ചെയ്തവർക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയുള്ള ഒരു എവിഡൻസും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. മരണപ്പെട്ടത് ആരാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും? പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ ഇല്ല മേഡം. ഇനി പോലീസ് സർജന്റെ റിപ്പോർട്ട് വന്നാലേ എന്തെങ്കിലും പറയാൻ കഴിയൂ. എന്തായാലും ചെയ്തവർ നിസ്സാരക്കാരല്ല. അവർക്ക് തെളിവുകൾ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. യെസ്, ചെയ്തിരിക്കുന്നത് പണി അറിയാവുന്ന ക്രിമിനലുകൾ തന്നെയാണ്. കൃത്യമായി ശരീരഭാഗങ്ങൾ കത്തിത്തീരുന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഒന്നും ബാക്കി വയ്ക്കാൻ സമ്മതിച്ചില്ലല്ലോ. അതായത് നിയമത്തെ കീറി മുറിച്ച് വിശകലനം ചെയ്യാൻ കഴിവുള്ളവർ. അവരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.